ശ്രീനിധി. അർജുൻ പറഞ്ഞത് വെച്ച് മനസ്സിലാക്കുമ്പോൾ വിമാനത്തിൽ 7 പേരാണുള്ളത്. അതിൽ രോഗി ഉൾപ്പെടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ ആരുടെയും പേരുകളോ അത്തരത്തിലുള്ള ഒരു വിവരങ്ങളും നിലവിൽ ലഭ്യമായിട്ടില്ല എന്നാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ശ്രീനിധി, ഇവരുടെ പേര് വിവരങ്ങളും മറ്റും ഒന്നും തന്നെ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടില്ല. ഏറ്റവും പ്രധാനം ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇപ്പോൾ നിമിഷം നേരം മാത്രം, ഏകദേശം 5 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ള വിമാനം തകർന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചത്. അതിനും അരമണിക്കൂർ മുമ്പ് മാത്രമാണ് റാഞ്ചി വിമാനത്താവളത്തിൽ നിന്നും ഇത്തരത്തിലൊരു വിമാനം റഡാറിൽ നിന്നും ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, റഡാറിൽ നിന്നും കാണാതായി എന്നുള്ള അറിയിപ്പും ലഭിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാരെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ആദ്യം അറിയേണ്ടതുണ്ട്. അതിന് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ഇപ്പോൾ എന്തായാലും ഈ തിരച്ചിൽ ദൗത്യം അതുപോലെ തന്നെ രക്ഷാ ദൗത്യവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അല്ലെങ്കിൽ വരും നിമിഷങ്ങളിൽ തന്നെ ഒരു പക്ഷേ ഈ യാത്രക്കാരുടെ, അതായത് രോഗിയുടെയും ഡോക്ടറുടെയും മറ്റ് മെഡിക്കൽ ജീവനക്കാരുടെയും അതുപോലെ പൈലറ്റുമാരുടെയും ഈ വിമാനത്തെ എയർ ഹോസ്റ്റസ് ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെയും പേര് വിവരങ്ങൾ പുറത്തുവിടുക എന്നുള്ള കാര്യം തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. വിമാനം അപകടവുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം അങ്ങനെ എന്തെങ്കിലും ലഭ്യമാണോ? DGCA ആണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം റഡാർ ബന്ധം നഷ്ടപ്പെട്ടു, പിന്നീട് 7:45 വിമാനം തകർന്നു എന്നുള്ള ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ കൂടി DGCAയുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ, ഈ ഒരു വാർത്താക്കുറിപ്പിൽ ഒരു പ്രാഥമിക സൂചന നൽകിയിട്ടുള്ളത് മോശം കാലാവസ്ഥയായിരുന്നു. മോശം കാലാവസ്ഥയുണ്ട്, അതുകൊണ്ട് നിർദ്ദിഷ്ട റൂട്ടിൽ നിന്ന് മാറണം അല്ലെങ്കിൽ മാറ്റി നൽകണം എന്നുള്ള ഒരു അഭ്യർത്ഥന. നിർദ്ദിഷ്ട റൂട്ട് എന്ന് പറയുന്ന സമയത്ത് അത് ഉയരം കൂട്ടാനോ താഴ്ത്താനോ അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഡൈവേർഷൻ എടുക്കാനോ ഒക്കെ വേണ്ടിയിട്ടാണ്. അത്തരത്തിലൊരു നിർദ്ദേശം കൂടി, ഒരു അഭ്യർത്ഥന കൂടി കൊൽക്കത്ത ATCക്ക് ഈ പറയുന്ന വിമാനം ചാർട്ടേഡ് എയർ ആംബുലൻസ് നൽകിയിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് DGCAയുടെ ഈ വാർത്താക്കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ മോശം കാലാവസ്ഥയായിരിക്കാം വിമാനം ഇത്തരത്തിൽ തകർന്നത് എന്നുള്ളൊരു നിഗമനം തന്നെയാണ് എന്തായാലും ആദ്യഘട്ടത്തിലുള്ളത്. കൂടുതൽ വിശദീകരണവും ആ കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് എയർപോർട്ട് അധികൃതരുടെയും അതുപോലെ തന്നെ ഈ തിരച്ചിൽ ദൗത്യത്തിന്റെയും എല്ലാം ഈ സംഘത്തിന്റെയും എല്ലാം വിശദീകരണവും അവരുടെ കൂടി ഭാഗം നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത നിമിഷങ്ങളിൽ തന്നെ ലഭ്യമാകുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.